ക്രിസ്തു തന്റെ നിയോഗങ്ങളിൽ സഹചാരികളാകുവാൻ ചിലരെ വിളിക്കുന്നതാണ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി ശിഷ്യത്വം സ്വീകരിക്കുന്ന കുറെ സാധാരണക്കാരായ എന്നാൽ പിന്നീട് അസാധാരണമായ ജീവിതം നമ്മുടെ മുമ്പിൽ നൽകിയവരാണ് ശിഷ്യന്മാർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ ദർഹായിക്ക് ശേഷമുള്ള 2-ാം ഞായറാഴ്ച നമ്മുടെ മുമ്പിൽ സഭ അടയാളപ്പെടുത്തുമ്പോൾ ശിഷ്യത്വത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് ഓരോരുത്തരും പറഞ്ഞു തരികയാണ്. അന്ത്രയോസും യേശു സ്നേഹിച്ച ശിഷ്യനും യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം കേട്ട് അവനെ അനുഗമിച്ചവരാണ്. എന്നാൽ ശീമോൻ അന്ത്രയോസ് കൂട്ടിക്കൊണ്ടുവന്ന ശിഷ്യനാണ്. എന്നാൽ ഫിലിപ്പോസ് ആകട്ടെ അവൻ ക്രിസ്തുവിന്റെ നേരിട്ടുള്ള വിളി കേട്ട് വന്നവനാണ്. ഫോളോ മീ, എന്നെ അനുഗമിപ്പീൻ. ആ നീണ്ട ശബ്ദം കേട്ട് ഫിലിപ്പോസ് അവന്റെ പിന്നാലെ ചെല്ലുകയാണ്. ഈ ശിഷ്യത്വങ്ങൾ അടയാളപ്പെടുത്തുന്ന ചില ശിഷ്യത്വത്തിന്റെ തന്നെ ചില പ്രത്യേകതകൾ, ചില മാനങ്ങൾ ഈ വേദഭാഗം തരുന്നുണ്ട്. ശിഷ്യത്വത്തിൽ നാം പാലിക്കേണ്ട 3 കാര്യങ്ങൾ ഈ വിളികളിലൂടെ, ഈ തെരഞ്ഞെടുപ്പിലൂടെ, അവര് ക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാവുകയാണ്. ഒന്നാമതായിട്ട് ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഒന്നാമതായിട്ട് ഇത് ഡിസൈപ്പിൾഷിപ്പ് ഓഫ് എന്തൂസിയാസം, ഉത്സാഹത്തിന്റെ ഒരു ശിഷ്യത്വത്തെ പറ്റിയാണ് ഫിലിപ്പോസ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. മാത്രമല്ല, ശീമോനെ കണ്ടിട്ട് അന്ത്രയോസം പറയുന്നുണ്ട്, ഞങ്ങൾ മശിഹായി എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇവരെല്ലാം കണ്ടെത്തിയത് എന്തിന്റെ വെളിച്ചത്തിലാണ്? തിരുവചനത്തിന്റെ വെളിച്ചത്തിലാണ്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും ആരെ പറ്റിയാണോ അടയാളപ്പെടുത്തിയത് അവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പഴയ നിയമം കൃത്യമായി അറിയുന്നവർക്ക് മാത്രമേ ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്നും തിരുവചനത്തിൽ പുതിയ നിയമത്തിന്റെ ഒപ്പം തന്നെ പഴയ നിയമവും വായിക്കണമെന്ന് പിതാക്കന്മാർ നമ്മെ നിർബന്ധിക്കുന്നത്. പഴയ നിയമം അറിയാതെ പുതിയ നിയമം മനസ്സിലാവില്ല. കാരണം പഴയ നിയമത്തിൽ പ്രവാചകന്മാർ എത്രമാത്രമാണ് അടയാളപ്പെടുത്താൻ ശ്രമിച്ചത്, അത് മുഴുവനും പൂർത്തിയായവനാണ് ക്രിസ്തു എന്ന ദൈവപുത്രൻ. അതുകൊണ്ട് ഇത് കണ്ടെത്തുവാനുള്ള ഒരു ഉത്സാഹം ശിഷ്യത്വത്തിനുണ്ടായിരിക്കണം. ഇത് കണ്ടെത്തുവാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. ഇത് കണ്ടെത്താനുള്ള താല്പര്യമില്ലാതെ മടിയോടും അലസതയോടും കൂടെ ഉള്ളവർക്ക് ദൈവരാജ്യത്തിൽ ഇടമില്ല. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഒന്നും ചെയ്യുവാനും സാധ്യമല്ല. അതുകൊണ്ട് ഉത്സാഹത്തോടെ എന്ത് കാര്യത്തിലും വേണ്ടി ക്രിസ്തുവിന് വേണ്ടി, അവന് വേണ്ടി മരിപ്പാനും പോകാമെന്നുള്ള ഉത്സാഹത്തിലുള്ള ഒരു ശിഷ്യത്വത്തെയാണ് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായിട്ട്, നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടിട്ട് യേശു പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കാപട്യമില്ല എന്ന്. രണ്ടാമതായിട്ട് ദ ഡിസൈപ്പിൾഷിപ്പ് ഓഫ് സിൻസിയറിറ്റി, സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു ശിഷ്യത്വത്തെ പറ്റിയാണ് ക്രിസ്തു രണ്ടാമതായിട്ട് നഥനയേലിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. ഇവനിൽ കപടമില്ല. ഡോളോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഡിസീറ്റ് എന്നും വിക്കറ്റ്നെസ് എന്നുമാണ്. അതിന്റെ മലയാള അർത്ഥങ്ങൾ കൗശലത, കാപട്യം, വഞ്ചന, അസത്യം എന്നെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ശിഷ്യനിൽ വഞ്ചനയോ കാപട്യമോ കൗശലതയോ പാടില്ല എന്ന് നഥനയേലിനെ വെച്ച് ശിഷ്യന്മാരോട് ഓർപ്പിക്കുകയാണ്. ശിഷ്യത്വം കേവലം അത് എങ്ങനെയെങ്കിലും ചെയ്തു കൂട്ടേണ്ടോന്നല്ല, ഒരു ടോട്ടൽ കമ്മിറ്റ്മെന്റ് ആവശ്യമായ ഒരു വിളിയാണ് ശിഷ്യത്വം. നിയോഗം എന്ന് പറയുന്നത് അതൊരു കരിയർ കണ്ടെത്തുന്ന പോലെ അത്ര എളുപ്പമല്ല. അത് സ്വന്തം ഉണ്മയിൽ അതിന്റെ പൊരുൾ എന്താന്ന് അഴിഞ്ഞു കിട്ടുന്നിടത്താണ് നിയോഗം എന്താ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, നമ്മുടെ വിളിയുടെ ആഴം എന്താ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് കാപട്യമില്ലാതെ നമ്മുടെ ശിഷ്യത്വങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് പൂരിപ്പിക്കാമോ ആ രീതിയിൽ പൂരിപ്പിച്ചാൽ മാത്രമേ അതുകൊണ്ട് ദൈവരാജ്യത്തിനും ക്രിസ്തുവിനും നമ്മെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. മൂന്നാമതായിട്ട്
നഥനയേലിനോട് ക്രിസ്തു അവസാനമായി പറയുന്ന ചില കാര്യങ്ങളാണ്. നഥനയേല് അവനോട് പറയും, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നു, നീ ഇതിനേക്കാൾ വലിയത് കാണും. മൂന്നാമതായിട്ട്, ദ ഡിസൈപ്പിൾഷിപ്പ് ഓഫ് വിഷൻ. ദർശനങ്ങൾ ലഭിക്കുന്ന ശിഷ്യത്വത്തെ പറ്റിയാണ്. നീ വലിയത് കാണും. വലിയ വലിയ കാര്യങ്ങൾ കാണാനുള്ളതാണ് ശിഷ്യത്വം. ലോകം കാണിക്കുന്നത് പോലെയല്ല, ദൈവം കാണിക്കുന്ന ദർശനങ്ങളുടെ പുറകെ യാത്ര ചെയ്യേണ്ടവനാണ് ഏതൊരു ശിഷ്യനും. നീ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് അബ്രാഹാമിനോട് പറഞ്ഞതും, നിന്റെ ഏക സന്താനത്തെ ബലി കഴിക്കുവാൻ പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ ആ കുഞ്ഞിനെ ബലി കഴിക്കുവാൻ പോയതുമെല്ലാം അബ്രാഹാമിന് കാണാനുള്ള വലിയ രഹസ്യങ്ങളിലേക്കുള്ള കൂട്ടിപ്പോക്കലായിരുന്നു ദൈവത്തിന്റെ. അതുകൊണ്ട് ദർശനങ്ങളുടെ പുറകെ യാത്ര ചെയ്യേണ്ട ഒരു വിളിയാണ് ശിഷ്യത്വം. ആ ശിഷ്യത്വം മടി കൂടാതെ, അലസത കൂടാതെ, ആത്മാർത്ഥമായി, സത്യസന്ധമായി നിർവഹിക്കുന്നിടത്ത് മാത്രമേ ശിഷ്യത്വത്തിന്റെ പൊരുൾ എന്താണ്, അതിന്റെ ഉണ്മ എന്താണെന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടുകയുള്ളൂ. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നാം എല്ലാം ദൈവം ഏൽപ്പിച്ച ഉത്തമരായ, ഉത്തരവാദിത്തമുള്ള ശിഷ്യന്മാരെന്ന നിലയിൽ ആത്മാർത്ഥതയോടും ദർശനങ്ങളുള്ള എന്ന നിലയിലും ഉത്സാഹത്തോടെ അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ശിഷ്യത്വത്തിന്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. ഒരു കഥ ഇങ്ങനെയാണ്. ഒരു എഴുത്തുകാരൻ തന്റെ പുതിയ പുസ്തകം എഴുതി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു. റോയൽറ്റി വാങ്ങി പുസ്തകശാലയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് ദമ്പതികൾ അവിടെ എത്തിയത്. ഭാര്യ പറഞ്ഞു, എനിക്ക് ആ പുസ്തകം വേണം, വളരെയേറെ പേർ ചർച്ച ചെയ്യുന്ന പുസ്തകമാണത്. ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര ശാഠ്യം പിടിക്കുന്നത്? ജീവിതത്തിൽ പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ പുസ്തകത്തിലുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഉടനെ ആ പുസ്തകം എഴുത്തുകാരൻ തനിക്ക് കിട്ടിയ പണം അവിടെയുള്ള വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. ജനകീയമായതെല്ലാം ജീവിതോന്മുഖമാകണമെന്നില്ല. അർത്ഥവത്തായതിന്റെ അല്ല, ആകർഷണീയമുള്ളതിന്റെ പിന്നാലെയാണ് ആൾക്കൂട്ടം പോകുന്നത്. സമ്പാദിക്കുന്ന പേരും പെരുമയും എന്തിന്റെ പേരിലാണ് എന്നതാണ് പ്രധാനം. പ്രശസ്തരാകാനും ആരാധകരെ സൃഷ്ടിക്കാനും പല മാർഗങ്ങളുണ്ട്. വൈകാര്യതകൾ കൂട്ടി ആളുകളെ അടുപ്പിക്കാനുള്ളതല്ല ശിഷ്യത്വം. അപവാദ നിർമ്മിതികൾ വിളിച്ചുകൂട്ടാനുള്ളതുമല്ല ശിഷ്യത്വം. പിന്നെയോ, ജനപ്രിയമാകുന്നതിനപ്പുറം ജീവിതഗന്ധിയാകുന്ന ജീവിതത്തിന്റെ പുതിയ പുതിയ ദർശനങ്ങളിലേക്കുള്ള ചുവടുവെപ്പുകളായിരിക്കണം നമ്മുടെ ശിഷ്യത്വം. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ നൽകുന്ന, സ്വയം ചോദിച്ച് തൻ്റെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ കരുപിടിപ്പിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നിടത്ത് മാത്രമേ നമ്മുടെ ശിഷ്യത്വം വിജയിക്കുകയുള്ളൂ. അങ്ങനെ ഇടയ്ക്കെങ്കിലും ഏതെങ്കിലും ഒരു ബോധിവൃക്ഷത്തിന്റെ തണലിലിരുന്ന് സ്വന്തം നിയോഗത്തിന്റെ പൊരുളൊന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നിടത്ത് മാത്രമേ ക്രിസ്തുവിന്റെ നല്ല ശിഷ്യനാകുവാൻ സാധിക്കൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.